നമസ്കാരം. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് സജീവമാണ്. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശമാണ് ഖമേനിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഏറ്റവും പുതിയതായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സയനിസ്റ്റ് ഭരണകൂടം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് നിരാശയുണ്ടാക്കും. ഇതായിരുന്നു ആ പോസ്റ്റ്. ഇറാന്റെ മിസൈൽ ശക്തി കാണിക്കുന്ന 3 ചിത്രങ്ങൾ ചേർത്താണ് ഈ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമായി തുടരുകയാണ്. ഖമേനിയുടെ മരണശേഷം ഇറാന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് അത്യാധുനിക ബ്ലൂ സ്പാരോ മിസൈൽ എന്ന റിപ്പോർട്ട്. ലോഞ്ച് പാഡിൽ നിന്നും ബഹിരാകാശത്തിന് സമീപം വരെ സഞ്ചരിച്ച് അതിവേഗം തിരിച്ചിറങ്ങി ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്നതാണ് ബ്ലൂ സ്പാരോ മിസൈലുകൾ. ഇറാനെതിരെ ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടത് വർഷങ്ങളായി നീണ്ട നിരീക്ഷണങ്ങളുടെയും രഹസ്യ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു. ഇത്തരത്തിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് ബ്ലൂ സ്പാരോ ആണെന്ന നിഗമനങ്ങൾ പുറത്തുവരുന്നത്. മിസൈലിന്റേതെന്ന് കരുതുന്ന ഭാഗങ്ങൾ ഇറാഖിൽ നിന്നും ടെഹ്റാനിലേക്കുള്ള അതിന്റെ സഞ്ചാരപാതകളിൽ നിന്നും കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം മധ്യ ഇറാനിലെ നതാൻസ് നഗരത്തിൽ സ്ഫോടനമുണ്ടായതായി ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം നതാൻസിലാണ്. 2025-ലെ 12 ദിന യുദ്ധത്തിലും നിലവിൽ നടക്കുന്ന സംഘർഷത്തിനിടയിലും നതാൻസ് ആണവ കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്തിയിരുന്നു. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധ കലുഷിതമാണ്. തെക്കൻ ഇസ്രായേലിലേക്ക് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇറാനെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കം. ഇറാൻ കീഴടങ്ങുക എന്ന നിർദ്ദേശമാണ്, അവസാന മുന്നറിയിപ്പാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എത്രയും വേഗം കീഴടങ്ങുക എന്നാണ് ട്രംപ് ഇന്നലെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം വിമാനവാഹിനി കപ്പലുകൾ അടക്കം ഇത്തരത്തിൽ യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഗൾഫ് മേഖലയിലുടനീളം ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങളെ ആക്രമിക്കാൻ റഷ്യ ഇറാനുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ച യുദ്ധം ആരംഭിച്ചതു മുതൽ യുദ്ധ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും കൃത്യമായ സ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രെംലിൻ ഇറാനു കൈമാറിയതായി 3 ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് വെളിപ്പെടുത്തി. ഇറാൻ ഭരണകൂടം ഉടൻ കീഴടങ്ങണമെന്നും അല്ലാത്തപക്ഷം ഉറപ്പായ മരണം നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി. അമേരിക്കയുടെ സൈനിക നടപടികൾ തുടങ്ങിയിട്ടേയുള്ളൂ. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് ഇടപെടേണ്ടി വരുമെന്ന് ട്രംപ് സൂചിപ്പിച്ചെങ്കിലും നിലവിൽ ഇറാനിലേക്ക് അമേരിക്കൻ കരസേനയെ അയക്കുന്ന കാര്യം പരിഗണിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.